ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് MP സംസാരിക്കുകയാണ്. തത്സമയം പറയുന്നത് അതൊരു സദ്ഭാവനയുടെ കൂടി ഒരു പ്രതീകമാണ്. അപ്പോൾ അത് ഈ ഒരു വഴിക്ക് ഇത്രത്തോളം പുരോഗതി ഉണ്ടാക്കിയത് ഏതൊരു മലയാളിക്കും ഏതൊരു ഇന്ത്യക്കാരനും സന്തോഷം പകരുന്നൊരു കാര്യമാണ്. തീർച്ചയായിട്ടും. എന്താ കാരണം എന്ന് വെച്ചാൽ ഔപചാരികമായിട്ടുള്ള സംവിധാനങ്ങളുടെ ഒരു പിൻബലവും കൂടി വേണം. ഇപ്പോൾ ഞാൻ വിദേശകാര്യ മന്ത്രിക്ക് കത്തെഴുതിയപ്പോൾ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ഈ വിഷയം 2-3 വർഷം മുമ്പ് ഞാൻ പാർലമെൻറ്റിൽ ഉയർത്തിയതാണ്. കഴിഞ്ഞ ബജറ്റ് സമ്മേളനത്തിൽ വീണ്ടും ചോദ്യം ഉയർത്തിയതാണ്. അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഔപചാരികമായിട്ടുള്ള ഇരു രാജ്യങ്ങൾക്കിടയിലുള്ള ഔദ്യോഗിക സംവിധാനങ്ങൾക്കപ്പുറത്തുള്ള സംവിധാനങ്ങൾ കൂടി നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഇപ്പോൾ കാന്തപുരം മുസ്ലിയാർ ഈ കാര്യത്തിൽ രംഗത്ത് വന്നതുപോലെ മറ്റ് പലർക്കും അക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അവരെയും കൂടി ഇതിലേക്ക് അണിനിരത്തണം. അതിലൊരു പ്രത്യേകമായ ഒരു കാര്യം ഞാൻ എടുത്തു പറഞ്ഞത്, ഈ ഹൂതി മിലിഷ്യയുടെ മുകളിൽ നിയന്ത്രണമുള്ള അല്ലെങ്കിൽ സ്വാധീനമുള്ള ഒരു രാജ്യം ഇറാനാണ്. ഇറാനുമായിട്ട് വലിയൊരു ബന്ധമുള്ളവരാണ്. അപ്പം ഇറാനുമായിട്ട് നമുക്ക് എത്രയോ കാലത്തെ സൗഹൃദമുണ്ട്. ആ ഗവൺമെൻറ്റിൻ്റെ ഗുഡ് വില്ല്, ആ ഗവൺമെൻറ്റിൻ്റെ സേവനം അല്ലെങ്കിൽ അവരുടെ ഗുഡ് ഓഫീസ് വിനിയോഗിക്കാനുള്ള ഒരു സംവിധാനം വേണം. മറ്റൊന്ന് അബുദാബി സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഖലീഫ ഫൗണ്ടേഷൻ. ആ ഫൗണ്ടേഷൻ പല ഘട്ടങ്ങളിലും എനിക്കറിയാവുന്ന കാര്യമാണ്. യമനിൽ പരിക്കേറ്റ ഈ പറഞ്ഞ സിവിൽ വാറിലൊക്കെ പരിക്കേറ്റുള്ള ആൾക്കാരെ ചികിത്സയ്ക്കായിട്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫൗണ്ടേഷൻ്റെ ഒരു ഗുഡ് ഓഫീസ് കൂടി ഉപയോഗിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം കൂടി ആരായണമെന്ന് വിദേശകാര്യ വകുപ്പിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു നിമിഷം നമുക്ക് സന്തോഷം, ആശ്വാസം സംസാരിക്കുകയായിരുന്നു. അങ്ങനെ ഒരുപാട്